ഹലോ എവരിവൺ, നമ്മുടെ പുതിയ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ ക്ലാസ് എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. കൂടുതൽ ഇൻഫോർമേറ്റീവ് വീഡിയോസിനായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഡൗട്ട്സ് കമൻറ്റ് സെക്ഷനിൽ അറിയിക്കുക. ഇതുപോലെയുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോസ് മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്ക് ടാലി ERP9 എങ്ങനെ കമ്പനി ക്രിയേറ്റ് ചെയ്യാമെന്നാണ്. ഇപ്പോൾ ഓൾറെഡി ഇവിടെ ഡിഫോൾട്ടായിട്ടുള്ളൊരു കമ്പനി ഉണ്ട്. അത് റിമൂവ് ചെയ്തിട്ട് വേണം നമുക്ക് പുതിയ കമ്പനി ക്രിയേറ്റ് ചെയ്യാൻ. അതിന് വേണ്ടിയിട്ട് Alt+F1 എന്നുള്ള കീ പ്രസ് ചെയ്യാം. Alt+F1 ചെയ്യുമ്പോൾ കമ്പനി ഇൻഫോ എന്നുള്ളൊരു ബോക്സ് ഓപ്പൺ ആയിട്ട് വരും. അതിൻ്റെ അകത്ത് സെലക്ട് കമ്പനി ഉണ്ട്, ക്രിയേറ്റ് കമ്പനി ഉണ്ട്. നമുക്ക് ക്രിയേറ്റ് കമ്പനി എൻറ്റർ ചെയ്യാം. അത് എൻറ്റർ ചെയ്തതിന് ശേഷം നമുക്ക് കമ്പനി നെയിം കൊടുക്കാം. ഇതിൽ നമുക്ക് നെയിമും സ്റ്റേറ്റും മാത്രമേ കൊടുക്കാനുള്ളൂ. നമ്മളൊരു സ്ഥാപനത്തിൽ വർക്ക് ചെയ്യുമ്പോഴാണ് മറ്റുള്ള ഡീറ്റെയിൽസൊക്കെ കൊടുക്കേണ്ടത്. നമ്മളിപ്പോൾ എഡ്യൂക്കേഷൻ പർപ്പസിന് ചെയ്യുന്നതുകൊണ്ട് മറ്റു ഡീറ്റെയിൽസ് ഒന്നും കൊടുക്കാനില്ല. നെയിമും സ്റ്റേറ്റും കൊടുക്കുക. എൻ്റർ ചെയ്തിട്ട് ജസ്റ്റ് എൻ്റർ ചെയ്ത് വരിക. ലാസ്റ്റ് എക്സെപ്റ്റ് യെസ് ഓർ നോ എന്ന് കാണാം. അത് എൻ്റർ ചെയ്ത് സേവ് ചെയ്യാം. അപ്പോൾ നമ്മുടെ കമ്പനി ഇവിടെ ക്രിയേറ്റ് ആയിട്ടുണ്ട്. ഇങ്ങനെയാണ് ടാലി ERP9 കമ്പനി ക്രിയേറ്റ് ചെയ്യേണ്ടത്. ഇനി നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് ടാലി പ്രൈമിൽ എങ്ങനെ കമ്പനി ക്രിയേറ്റ് ചെയ്യാമെന്നുള്ളത് നോക്കാം. ടാലി അക്കൗണ്ടിംഗ് വെറും 30 ദിവസം കൊണ്ട് വളരെ എളുപ്പത്തിൽ അതിൻ്റെ ബേസ് മുതൽ അഡ്വാൻസ്ഡ് ലെവൽ വരെ പഠിക്കാവുന്നതാണ്. ടാലി പഠിക്കുന്നതിന് കണക്ക് പഠിക്കേണ്ട ആവശ്യമില്ല. സോഷ്യോളജി, സയൻസ്, ഹ്യൂമാനിറ്റീസ് എടുത്തവർക്ക് പോലും ടാലി വളരെ എളുപ്പത്തിൽ പഠിച്ചെടുക്കാവുന്നതാണ്. ഫോർ മോർ ഡീറ്റെയിൽസ് കോൺടാക്ട് ആപ്പിൾ ഇൻസ്റ്റിറ്റ്യൂട്ട്, എരഞ്ഞിപ്പാലം, കാലിക്കറ്റ്, ബ്രാഞ്ച് മലാപ്പറമ്പ. താങ്ക് യു.